അങ്ങനെ നമ്മുടെ തേർഡ് റൗണ്ടായ കുക്കി റൗണ്ട്. കുക്കീസിൻ്റെ വെറൈറ്റീസ്. നിങ്ങൾ 10 കണ്ടസ്റ്റൻസ് ആണ് മത്സരിച്ചത്. 2 ആൾക്കാർ ഓൾറെഡി ഫ്രീസറിലാണ്. അപ്പോൾ ഇത് സീരിയസ് കോമ്പറ്റീഷനിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. മത്സര സ്വഭാവം നിങ്ങൾ കണ്ടു തുടങ്ങി. നമ്മളുടെ ടേസ്റ്റിങ് കഴിഞ്ഞു. 10 വെറൈറ്റീസ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കൃഷിക്ക് എന്താ തോന്നുന്നു? നമ്മൾ വിചാരിച്ച പോലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റൗണ്ടിനായതുകൊണ്ട് കുക്കീസ് ഒരു പരിധി വരെ നന്നായിട്ടുണ്ട് എന്ന് പറയാം. എന്നാലും ചിലവരൊക്കെ നോട്ട് അപ് ടു ദ മാർക്ക് അല്ലേ. എനിവേ നമുക്ക് അതിലിപ്പോൾ ഞങ്ങൾ ഒരു മാർക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിലിപ്പോൾ 10 പേരിൽ നിന്നും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത് ഏറ്റവും നല്ല ഒരു ഏതാണ്ട് നല്ല മാർക്ക് കിട്ടിയ ഒരു 4 ആൾക്കാരെ നമ്മൾ ടോപ്പ് 4 എന്ന് പറയാം. ആൾക്കാരെ മാറ്റുന്നു. അതാരൊക്കെയാണ്? കുക്കീസ് നന്നായി വന്നിട്ടുണ്ട്. നല്ല കമൻസ് കിട്ടുമെന്ന് ഞാൻ കരുതുന്നു. അല്ല, ഏറ്റവും ബെസ്റ്റ് കുക്കി ഉണ്ടാക്കിയ ആള് ബെസ്റ്റ് 4 ആയിട്ട് തന്നെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ബെസ്റ്റ് 4 എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഏറ്റവും ആദ്യത്തെ മാർക്ക് കിട്ടിയിരിക്കുന്നത് രശ്മിക്കിനെ പ്രതീക്ഷയോടെ നിൽക്കുകയാണ് നമ്മൾ പറയാൻ. രശ്മി. ഓക്കെ, ഫസ്റ്റ് മാർക്ക്. ഓക്കെ, രശ്മിക്ക് ഞാൻ 30-ൽ 25 മാർക്കാണ് തന്നിരിക്കുന്നത്. രശ്മിക്ക് 15 out of 20. Total is 40 marks. രശ്മി ഇങ്ങനെ ജൈത്ര യാത്ര തുടരുകയാണ്. തേർഡ് റൗണ്ടിലും മിടുക്കിയായിട്ട് മുന്നോട്ട് പോകുന്നു. വളരെ നല്ല കാര്യം. കീപ്പ് ഇറ്റ് അപ്പ്. ഓക്കെ, ഇനി സെക്കൻഡ്. ആദ്യത്തെ 4 ആൾക്കാരിൽ സെക്കൻഡ് പ്ലേസിൽ വന്നിരിക്കുന്നത് റെയ്നോൾഡ്. റെയ്നോൾഡിന് ഒരു ലക്ക് കൂടി ഉണ്ടായി. എന്നാൽ പോലും ഇറ്റ് വാസ് എ ഗുഡ് കുക്ക്. അത് സംശയമൊന്നുമില്ല. ഞാൻ 23 മാർക്ക് തന്നിട്ടുണ്ട് ഔട്ട് ഓഫ് 20. ഞാൻ 14 out of 20. ടോട്ടൽ ഇസ് 37 മാർക്സ്. ആദ്യത്തെ 4 പേരുടെ കൂട്ടത്തിൽ സെക്കൻഡ് ആയിട്ട് വന്നിക്കാം. ഇനി മൂന്നാമത് വിളിക്കേണ്ട ആൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അതാരാണ്? ആരോമല്ലോ? തീരുമാനമായോ? എനിവേ, സ്മിത പ്രതീക്ഷിച്ചില്ല തോന്നുന്നു. ഔട്ട് ഓഫ് 30 ഞാൻ 21 മാർക്കാണ്. ഞാൻ ഔട്ട് ഓഫ് 20 13 മാർക്ക്. ആൻഡ് ടോട്ടൽ ഈസ് 34. 34 മാർക്ക് 50-ൽ. ഇനി ഒരാൾ കൂടിയുണ്ട്. ആ ഒരാളെന്ന് പറയുന്നത് നകുലാണ്. നകുലിന് ഞാൻ ഔട്ട് ഓഫ് 30 19 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നകുൽ ഔട്ട് ഓഫ് 20 12 മാർക്ക്. ആൻഡ് ടോട്ടൽ ഈസ് 31 മാർക്സ്. ഓക്കെ, അപ്പോൾ നകുലും 4 പേരുടെ കൂട്ടത്തിൽ കയറി കഴിഞ്ഞു. ഇനി ഉള്ള ഒരു 4 പേര് നമ്മളിപ്പോൾ ആദ്യത്തെ 4 എന്ന് പറഞ്ഞു, ലാസ്റ്റ് 4 എന്ന് പറഞ്ഞ് 4 പേരെ കാറ്റഗറൈസ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞാൽ ഇടയ്ക്ക് 2 ആൾക്കാർ വരുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ഒരു ചെറിയ മാർജിനിൽ ഇതിൽ രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാർ. ലാസ്റ്റ് 4-നെ പറയാം. ലാസ്റ്റ് 4 ആയിട്ട് വരുന്നത് ആരതി, അശ്വതി, ഷഫീല ആൻഡ് നിതിൻ. അപ്പോൾ 2 ആൾക്കാർക്കും കൂടി ഇങ്ങോട്ട് വരാം. ദാറ്റ് ഈസ് 2 പേരെന്ന് പറഞ്ഞാൽ ഒന്ന് ആരോമൽ ആൻഡ് അനദർ വൺ ഇസ് ചിന്നു. നിങ്ങളുടെ 2 പേരുടെ പെർഫെക്റ്റ് കുക്കീസ് ഒന്നും അല്ലായിരുന്നു. ഒരാളുടെ വളരെ സോഫ്റ്റ് ആയിരുന്നു, പക്ഷേ ഇത്രത്തോളം സോഫ്റ്റ് അല്ല. ബെറ്റർ ആൻഡ് ക്രിസ്പി ആയിരുന്നു, പക്ഷേ ഫ്ലേവർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്ലസ് പോയിന്റ്. ഇത് ടു ക്രിസ്പി ആൻഡ് ടു സോഫ്റ്റ്. പക്ഷേ ഒരാൾക്കൊരു ബീട്രൂട്ടിൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു, ഒരാൾക്കൊരു തേങ്ങയുടെ നല്ല സ്വാദം. അതുകൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെട്ടു. ജസ്റ്റ് മിസ്, അത്രേ ഉള്ളൂ. ആരോമലിന് ഞാൻ 18 മാർക്കാണ് തന്നിരിക്കുന്നത് ഔട്ട് ഓഫ് 30. ആരോമലിന് 12 out of 20. ടോട്ടൽ ഈസ് 30 മാർക്സ്. 30 മാർക്ക്. അപ്പോൾ ആരോമൽ ഇങ്ങോട്ട് വന്നോളൂ. ആൻഡ് ചിന്നുവിന് ഞാൻ 30-ൽ 16 മാർക്കേ തന്നു. ഓക്കെ, ചിന്നുവിന് 20-ൽ 10 മാർക്ക്. അങ്ങനെ 26 മാർക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ രക്ഷപ്പെട്ടു എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയൊന്നും പോരാ, ഇനി ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങൾ ഇതിലിപ്പോൾ നിതിൻ, ആരതി, അശ്വതി ആൻഡ് ഷഫീല 3 ആൾക്കാർ ഇതിനകത്തുണ്ട്.
4 പേരും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫ്രീസറിൽ പോകേണ്ട ആൾക്കാരാണ്. ഞങ്ങൾക്ക് എണ്ണമൊന്നും വിഷയമല്ല, ഫ്രീസറിൽ പോകേണ്ട സമയമായാൽ പോകുക എന്നുള്ളതാണ്. ഓൾറെഡി 2 ആൾക്കാർ ഫ്രീസറിൽ ഒറ്റയ്ക്ക് വെയിറ്റ് ചെയ്യാണ്. അവിടെ 4 പേർക്കുള്ള സ്പേസ് ഉണ്ട്, അപ്പോൾ 6 പേരാകുകയും ചെയ്യും. എങ്കിലും ഒരാളെ ഇതിൽ നിന്ന് ഞങ്ങൾ സേഫ് സോണിലേക്ക് വിടാൻ ആഗ്രഹിക്കുകയാണ്. അതായത് 3 പേര് പോയാൽ മതി, ഒരാൾ സേഫ് സോണിലോട്ട് മാറും. അതെ. ഇതിൽ ആരായിരിക്കും ആ ഒരാൾ? ആരായിരിക്കും ആ ഒരാൾ സേഫ് പോകാൻ സാധ്യതയുണ്ട്? ആരായിരിക്കും? ചിന്നു ആയിരിക്കും. ഷഫീലായിരിക്കും. അശ്വതിക്കും ഇത് രണ്ടിലായി. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. അപ്പം ആരെങ്കിലും ഒരാളെ രക്ഷിച്ചേ പറ്റുള്ളൂ. അതെ, പറഞ്ഞാട്ടെ. ഒരാളെ വിടാം. യെസ്, ആരെ വിടണം? ഏതാണ്ട് സിമിലറായിട്ട് നിൽക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ആരെ വേണമെങ്കിലും വിടാം. നിങ്ങൾക്ക് അറിയില്ല ഒരാളെ രക്ഷിക്കണമെന്ന് തോന്നുന്നുണ്ടോ? പോയിക്കോട്ടെ എന്ന് പറയാൻ. ആരായിരിക്കും? ആർത്തി പറയൂ, ആരെങ്കിലും? ഫ്രീസറിൽ വിടാതെ സേഫ് സോണിലേക്ക് വിടാൻ ഒരാളുടെ, ഈ നിങ്ങൾ നിൽക്കുന്നതിൽ ഒരാളുടെ പേര് പറയും. പൈനാപ്പിൾ എടുത്ത ആളല്ലേ, അതുപോലെ ചോദിക്കുന്നത്. ഇതിൽ ആരെങ്കിലും ഒരാളെ ഫ്രീസറിൽ വിടണമെങ്കിൽ ആരെ വിടും? അശ്വതിയുടെ ചോയ്സ്. കൺഫ്യൂഷനായി അല്ലേ? അപ്പം ഇതാണ് യഥാർത്ഥ ഫ്രണ്ട് ആരെന്ന തിരിച്ചറിവ്. അപ്പം പറയും എന്നെ പറഞ്ഞില്ലല്ലോ എന്ന് പറയും. പറയാതെ തന്നെ നമുക്ക് ഏകദേശം പിടികിട്ടി. ഓക്കെ, ശരി. നമ്മൾ സസ്പെൻസ് ബിൽഡപ്പ് ചെയ്യുന്നില്ല. ഷഫീല പ്ലീസ്. ഷഫീലെ ഞങ്ങൾ രക്ഷിച്ചു വിട്ടിരിക്കുകയാണ് സേഫ് സോണിലേക്ക്. ഷഫീലയുടെ മാർക്ക് ഞാൻ 15 മാർക്ക് തന്നിട്ടുണ്ട് ഔട്ട് ഓഫ് 30. ഞാൻ 10 ഔട്ട് ഓഫ് 20 ആണ്. ടോട്ടൽ ഇസ് 25 മാർക്സ് ഔട്ട് ഓഫ് 50. സേഫ്. ഇനി നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ 3 പേരും ഫ്രീസറിലേക്ക് പോവാണ്. അതിൻ്റെ മാർക്കിൻ്റെ ബേസിസിൽ പറയാനാണെങ്കിൽ അശ്വതിക്ക് 14 മാർക്ക് തന്നിട്ടുണ്ട് 30-ൽ. അശ്വതിക്ക് 9 ഔട്ട് ഓഫ് 20. ടോട്ടൽ ഇസ് 23 മാർക്സ്. ആൻഡ് ആരതിക്ക് ഞാൻ 13 മാർക്കാണ് തന്നിരിക്കുന്നത് ഔട്ട് ഓഫ് 30. ആരതിക്ക് ഞാൻ 9 ഔട്ട് ഓഫ് 20. ടോട്ടൽ ഇസ് 22 മാർക്സ്. ആൻഡ് ഏറ്റവും കുറച്ച് മാർക്ക് നിതിനാണ്. നിതിന് 30-ൽ ഞാൻ 10 മാർക്കേ കൊടുത്തിട്ടുള്ളൂ. നിതിന് 20-ൽ ഞാൻ 8 മാർക്ക് തന്നു. ടോട്ടൽ ഇസ് ഓൺലി 18 മാർക്സ്. അപ്പോൾ നിങ്ങൾ 3 ആൾക്കാർ ഫ്രീസറിലേക്ക് പോകും. ഫ്രീസർ എന്ന് പറഞ്ഞാൽ ഒരു എൻഡല്ല, അതിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരാം. സ്റ്റാർട്ടിങ് കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് തന്നെ മിടുക്കരായിട്ട് തിരിച്ചു വരാം. ഓക്കെ, അങ്ങനെ രസകരമായ രീതിയിൽ തന്നെ നമ്മളുടെ ഒരു റൗണ്ടും കൂടി അവസാനിച്ചിരിക്കുകയാണ്. 3rd റൗണ്ട് രസകരമാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇതിൽ ഒരുപാട് ആൾക്കാർ ഫ്രീസറിലേക്ക് പോയൊരു റൗണ്ടാണ്. അപ്പോൾ 2nd റൗണ്ട് തൊട്ട് ഫ്രീസറിലേക്കുള്ള തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 5 മത്സരാർത്ഥികൾ ഫ്രീസറിലാണ്. അപ്പോൾ ഇനി ആ വിശേഷങ്ങളും എല്ലാം കാണാം. നമ്മളുടെ മത്സരം തീരുന്നില്ല, ഇത് മത്സരമാണല്ലോ. അതുകൊണ്ട് ഓരോ റൗണ്ടും ഓരോ കടമ്പയായിട്ട് കണ്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ കാത്തിരുന്ന് കാണുക. അതുവരെ ഗുഡ് നൈറ്റ്.